ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ പ്രപ്പോഷൻ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 229, 230 എന്ന പേജ് നമ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനു മുമ്പ് ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? നമ്മൾ പ്രപ്പോഷൻ എന്നുള്ള ചാപ്റ്ററിൽ, അതായത് അനുപാതം, ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്താണ്? അതായത് y ഈക്വൽ ടു കെ എക്സ് എന്നുള്ളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? ഇതെന്താ പറയണത്? y ചേഞ്ചസ് പ്രപ്പോഷണലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് y മാറുന്നത് എക്സിന് ആനുപാതികമായിട്ടാണ്. അത് കാണിക്കാനല്ലേ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചത്? യെസ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണെന്നറിയോ? അതായത് ഈ വൈയും എക്സും നമുക്കറിയാം പ്രപ്പോർഷൻ ആണെന്ന് അല്ലേ? ഇനി ഈ വൈ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? വൈനെ ഒന്ന് ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കി. അപ്പോൾ വൈ ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2y ആക്കി. അപ്പോൾ 2y ആക്കിയാൽ, y മാത്രം ഡബിൾ ആക്കിയാൽ എന്താണ്? നമ്മൾ എക്സിന് എന്ത് ചെയ്യണം? എക്സിനെയും ഡബിൾ ആക്കണം. എന്നാലാണ് ഇവർ പ്രപ്പോർഷൻ ആയിട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താവില്ല? പ്രപ്പോർഷൻ ആവില്ല, ഇവർ അനുപാതത്തിലാവില്ല. ഇപ്പം നമ്മൾ വൈനെ പിടിച്ചിട്ട് മാത്രം ഡബിൾ ആക്കി എന്ന് വിചാരിച്ചോ, എക്സിനെ അതുപോലെ നിർത്തി. അപ്പം എക്സിന് സങ്കടാവില്ലേ? എക്സിന് ഡബിൾ ആക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ എക്സിനെയും ഡബിൾ ആക്കിയാൽ ഓക്കെ, ഇവരെന്തായി? ഇവർ 2y ഈക്വൽ ടു കെ ഇൻറ്റു 2x നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ 2yയും 2xും പ്രപ്പോർഷണലാണ്, അല്ലെങ്കിൽ അവർ അനുപാതത്തിലാണ് എന്ന് പറയാം. ഇനി നമുക്ക് ഡബിൾ ആക്കല്ല കേട്ടോ. എങ്ങനെ ആക്കാണ്? വൈനെ എന്താ ചെയ്ത് അതിനൊക്കെ എക്സിനെയും ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? വൈനെ നമ്മൾ വൈനെ 3y ആക്കി എന്ന് വിചാരിച്ചോ. 3y ആക്കി നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ 3x ആക്കണം. ഇനി വൈനെ നമ്മൾ എന്ത് ചെയ്തു? വൈനെ ഇനിയിപ്പോൾ നമ്മൾ ഹാഫ് ആക്കിയെന്ന് വിചാരിച്ചോ, അതായത് y/2 എന്ന് ആക്കിയെന്ന് വിചാരിച്ചോ. അപ്പോൾ എക്സിന് എന്ത് ചെയ്യണം? x/2 എന്നാക്കണം. എങ്കിലേ ഇവർ തമ്മിലുള്ള ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ആണ് അല്ലേ? പ്രപ്പോർഷൻ ഇവർ അനുപാതത്തിലാണ്. അങ്ങനെ ഒന്നിനെ മാത്രം ചെയ്യുമ്പോൾ മറ്റേനും എന്ത് ചെയ്യണം? അങ്ങനെ ആക്കിയാൽ. അതുപോലെ ഇവിടെ എന്താ ചെയ്തത് അത് ഇവിടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും ഇവർ പ്രപ്പോർഷനിലാണ് അല്ലെങ്കിൽ ഇവർ അനുപാതത്തിലാണെന്ന് പറയാൻ നമുക്ക് പറ്റുള്ളൂ. കാര്യം മനസ്സിലായോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഒരു കുഞ്ഞു കാര്യം കൂടി പറയട്ടെ, അതും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പം നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കട്ടെ. ഒരു ത്രികോണം വരച്ചു. ഇങ്ങനെ ത്രികോണം വരച്ചു. ഈ ത്രികോണത്തിൻ്റെ 3 ആംഗിൾസ് അല്ലേ ഉള്ളത്? 3 കോണുകളുണ്ട് അല്ലേ? ഇതേപോലെ ഈ ആംഗിൾസിന് ഈക്വൽ ആയിട്ട് നമ്മൾ ഈ വശങ്ങൾ ഈക്വൽ അല്ല, കുറച്ച് ഇതേപോലെ തന്നെ വേറൊരു ട്രയാങ്കിൾ വരച്ചു. പക്ഷെ നോക്ക്, ഇപ്പം ഇവിടെ ഈ 3 ആംഗിൾസും ഈ ആംഗിളും ഈക്വലാന്ന് വിചാരിക്കുക. ഈ ആംഗിളും ഈക്വലാണ്, ഈ ആംഗിളും ഈക്വലാണ്. അപ്പോൾ എന്താണ്? ഈ ട്രയാങ്കിളിനും ഈ ട്രയാങ്കിൾസിൻ്റെയും കോണുകളൊക്കെ ഈക്വലാണ്. പക്ഷേ എന്താണ്? വശങ്ങൾ ഈക്വൽ അല്ല അല്ലേ? അങ്ങനെ 2 ട്രയാങ്കിൾ ആണെങ്കിൽ, ഇവിടെ കോണുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ വശങ്ങൾ എന്താണ്? വശങ്ങളുടെ നീളം മാറുന്നത് ആനുപാതികമായിട്ടാണ്. അതാദ്യം എന്താണെന്നറിയോ? ഇവിടെ ഒരു നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് ട്രയാങ്കിൾസിന് ഇപ്പോൾ നമ്മളെടുത്തു. ഇവിടെ 3 എടുത്തു വിചാരിച്ചോ, ഇവിടെ 4 എടുത്തെന്ന് വിചാരിച്ചോ, ഇവിടെ ഒരു 6 ഒക്കെ എടുത്തു വിചാരിച്ചോ. അപ്പോൾ നോക്ക്, ഈ സൈഡ് 3 ആണ് അല്ലേ? ഇനി അപ്പോൾ ഈ സൈഡ് ഈ 2 ട്രയാങ്കിൾസിൻ്റെയും കോണുകൾ ഈക്വൽ ആണ്. അത് ആലോചിക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ വശങ്ങൾ ഇവിടെ 3 ആണെങ്കിൽ ഈ 3ൻ്റെ ഇപ്പോൾ 3 ഇൻറ്റു ഡബിൾ ആക്കിയെന്ന് ചോദിച്ചോ. അപ്പോൾ ഇവിടെ എന്താണ്? 3 ഇൻറ്റു 2 ഇവിടെ 6 ആവും, ഇവിടെ 2 ഇൻറ്റു 4 8 ആവും, ഇവിടെ 2 ഇൻറ്റു 6 12 ആവും. അതായത് ഇവരുടെ കോണുകൾ ഈക്വൽ ആണ്. ഇവരുടെ വശങ്ങൾ എന്തായിരിക്കും? വശങ്ങൾ തമ്മിൽ അനുപാതത്തിലായിരിക്കും. അതായത് ഈ വശവും ഈ സൈഡും എന്താണ്? അവരൊരു അനുപാതത്തിലായിരിക്കും എന്ന് ആ കാര്യം കൂടി ഓർമ്മിച്ച് വയ്ക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ? അതിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ചേഞ്ച് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് സൈഡ്സ്? എക്സ്പ്ലെയിൻ ദ റീസൺ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ? ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂടി ആഡ് ചെയ്താൽ എത്ര അതിന്റെ തുക? ഒരു ട്രയാങ്കിൾ എടുത്തു. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ എടുത്തു, അതിൻ്റെ ഈ 3 കോണുകളും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടാന്ന്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ആൻഡ് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഡ്ഭുജം. അപ്പോൾ ആ ഒരു ഹെക്സഗൺ ആണ്, 6 ആയിട്ടുള്ള ഒരു പോളിഗൺ ആണെങ്കിൽ അവിടെയുള്ള കോണുകളുടെ സം എത്രയാണ് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ട്രയാങ്കിളിൻ്റെ സം അല്ലേ? ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചാൽ ഇതിൻ്റെ ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അല്ലേ? എത്രയാണ്? ഹെക്സഗണിൻ്റെ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ എത്ര ആംഗിൾ ഉണ്ടാവുക? 180. ആ 180 നമുക്ക് എങ്ങനെ കിട്ടിയത്? അത് അറിയാത്തവരുണ്ടാവും അല്ലേ? അപ്പോൾ 180 കിട്ടിയത് നമുക്കൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് കിട്ടിയത്. ആ ഇക്വേഷൻ എന്താണെന്നറിയോ?
ഇക്വേഷൻ ആണ് n-2 ഇൻറ്റു 180. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഏത് പോളിഗൺ, ഏത് ബഹുഭുജം തന്നാലും അതിൻ്റെ കോണുകളുടെ തുക, അതിൻ്റെ സം ഓഫ് ആംഗിൾസ് കാണാൻ ഉള്ള ഇക്വേഷനാണ് ഇത് n-2 ഇൻറ്റു 180. അപ്പം എന്താ? എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എത്ര സൈഡ്സ് ഉണ്ടായിരിക്കും? ട്രയാങ്കിളിന് 1 2 3 3 സൈഡല്ലേ. അപ്പൊ എന്നിന് ഇവിടെ 3 കൊടുക്കാം. അപ്പൊ എന്ത് വന്നു? 3 - 2 ഇൻറ്റു ബ്രാക്കറ്റിലിനെ 180. 3 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 അല്ലേ. അപ്പൊ 1 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി നമുക്ക് കിട്ടി. എന്താ കിട്ടിയത്? ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സം എത്ര കിട്ടി? ട്രയാങ്കിളിന്റെ എന്താണ് ആംഗിൾസിന്റെ സം കേട്ടോ. ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രി കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം. അപ്പോൾ സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എത്ര കിട്ടി? 180 ഡിഗ്രി. ത്രികോണത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിന്ന് കിട്ടി. നമ്മൾ അതിൽ തന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് സം ഓഫ് ഹെക്സഗൺ അല്ലേ? ആംഗിളിന്റെ ഹെക്സഗൺ ആണെങ്കിൽ ആംഗിൾസിന്റെ സം എത്രയെന്ന് ചോദിക്കണേ. അപ്പൊ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഷേപ്പ് വരാ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ 6 സൈഡ്സ് ഉണ്ടാവും. അപ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ 6. അപ്പോൾ ഈ ആംഗിൾ ഇങ്ങനെ 6 ആംഗിൾസ് ഉണ്ടാവില്ലേ? ഈ ആംഗിൾസിന്റെ എല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയാണ് സം എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? n-2 ഇൻറ്റു 180. അപ്പോൾ n ഇവിടെ എത്രയാണ്? n നമ്പർ ഓഫ് സൈഡ്സ്. ഒരു ഷഡ്ഭുജം അല്ലെങ്കിൽ ഒരു ഹെക്സഗൺ ആണെങ്കിൽ അവിടെ എത്ര സൈഡ്സ് ഉണ്ടായിരിക്കും? 6 സൈഡ് അല്ലേ. അപ്പോൾ n പകരം 6 എന്ന് കൊടുക്കുക. 6 - 2 ഇൻറ്റു 180. 6 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടു 4 ഇൻറ്റു 180 എന്ന് കിട്ടി. അപ്പോൾ 4 ഇൻറ്റു 180 ചെയ്യാൻ എന്താ ചെയ്യുക? 180 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 0. 8 ഇൻറ്റു 4 32. 3 1 ഇൻറ്റു 4 4 + 3 7. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈക്വൽ ടു 720 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഈ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? 720 ഡിഗ്രി. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോൾ ദാ സം ഓഫ് ആംഗിൾസ് ഓഫ് ഹെക്സഗൺ, ഷഡ്ഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാണ്? 720 ഡിഗ്രി. ഇനി അവിടെ എന്താണ്? ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ അവിടെ. എന്താണ്? ഡസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് പോളിഗൺ ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ നമ്പർ ഓഫ് സൈഡ്സ്? എക്സ്പ്ലെയിൻ ദ റീസൺ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ പോളിഗൺസ്, അതായത് ഇവിടെ 2 പോളിഗൺ, അത് ട്രയാങ്കിളിനെയും കണ്ടു, അതുപോലെ ഹെക്സഗണിനെയും കണ്ടു അല്ലേ. ഇനി ഇവിടെ എന്തുണ്ട്? ഇവിടുത്തെ ആംഗിൾസും അതുപോലെ നമ്പർ ഓഫ് സൈഡ്സും പ്രപ്പോർഷണൽ ആണോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, അവർ പ്രപ്പോർഷണൽ ആണോ നമുക്ക് എങ്ങനെ നോക്കാം. നമ്മളോട് എന്താ ചോദിച്ചത്? ഈ നമ്പർ ഓഫ് സൈഡ്സ്, പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സും സം ഓഫ് ആംഗിൾസും പ്രപ്പോർഷണൽ ആണോ ഒരു പോളിഗണിന്റെ എന്ന് ചോദിച്ചു. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് ഇപ്പോൾ നമ്മൾ 2 കേസല്ലേ പറഞ്ഞത്? ട്രയാങ്കിളിന്റെ കേസ് പറഞ്ഞു, ഹെക്സഗണിന്റെ കേസ് പറഞ്ഞു. ട്രയാങ്കിളിന്റെ കേസിൽ അവിടെ എത്ര സൈഡാണുള്ളത്? ഒരു ട്രയാങ്കിളിന് എത്ര സൈഡാണുള്ളത്? 3 സൈഡ്സ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കേസ് 3 എഴുതി. 3 സൈഡ് ആകുമ്പോൾ സം ഓഫ് ആംഗിൾസ് നമുക്ക് എത്ര കിട്ടി? ട്രയാങ്കിളിന്റെ കോണുകളുടെ തുക 180 ഡിഗ്രി അല്ലേ കിട്ടിയത്. 3 സൈഡ് ആകുമ്പോൾ അവിടുത്തെ ഇത് 180 ഡിഗ്രി ആയിരുന്നു. പിന്നെ അടുത്ത കേസ് നമ്മൾ ഹെക്സഗൺ ആണ് കണ്ടല്ലേ. ഹെക്സഗൺ അല്ലെങ്കിൽ ഷഡ്ഭുജത്തിന് എത്ര സൈഡ്സ് ഉള്ളത്? 6 സൈഡ് അല്ലേ. അപ്പൊ നമ്മൾ അവിടുത്തെ ടോട്ടൽ ആംഗിൾസിന്റെ സമ്മ്, അതായത് തുക എത്ര കിട്ടിയത്? എല്ലാ കോണുകളും കൂട്ടിയിട്ട് നമുക്ക് 720 ഡിഗ്രി കിട്ടി. ഈ 2 കേസ് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു വൈന് എന്ത് ചെയ്തോ അതിന് എക്സിനും ചെയ്യണം. രണ്ടും സെയിം ഒരേപോലെ ചെയ്താൽ മാത്രമേ അവര് പ്രപ്പോർഷൻ ആവുള്ളൂ നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ ഇതാ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ y = kx ആണെങ്കിൽ വൈനെ ഡബിൾ ആക്കിയാൽ എക്സിനെ ഡബിൾ ആക്കണം, വൈനെ ട്രിപ്പിൾ ആക്കിയാൽ എക്സിനെ ട്രിപ്പിൾ ആക്കണം, വൈനെ പകുതിയാക്കിയാൽ എക്സിനെ പകുതിയാക്കണം. വൈന് എന്ത് ചെയ്തോ വൈയും എക്സും എന്താണ് പ്രപ്പോർഷൻ ആവണമെങ്കിൽ, അവര് അനുപാതത്തിലാവണമെങ്കിൽ അവര് ഒരാൾ ചെയ്തതൊക്കെ മറ്റാളും ചെയ്യണം. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ആദ്യം ഇവിടെ 3 ആയിരുന്നു, 3 ആകുമ്പോൾ 180 ആയി. ഓക്കെ, ഇനി 3 നമ്മൾ എന്താക്കി? ഡബിൾ ആക്കി അല്ലേ. 3 എന്ത് ചെയ്തു? ഇൻറ്റു 2 ചെയ്യുമ്പോഴല്ലേ 6 കിട്ടുക. ഈ 3 നമ്മൾ പിടിച്ച് 3 × 2 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ ഇത് y ആന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നോക്ക്, ഇത് y, ഇത് x. ഈ y-നെ നമ്മൾ ഇൻറ്റു 2 ചെയ്ത് 6 ആക്കി. അപ്പോൾ ഇവിടുത്തെ പുതിയ y കിട്ടി. ഇനി ഇത് ഈ 180-നെ അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ഇപ്പൊ നമ്മൾ y-നെ 2y ആക്കി. അപ്പൊ x-നെ 2x ആക്കണം. എന്നാൽ മാത്രമേ ഇവര് അനുപാതത്തിലാണ് അല്ലെങ്കിൽ പ്രപ്പോർഷനിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ y-നെ പിടിച്ച് നമ്മൾ 3-നെ പിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്തു. അങ്ങനെയാണെങ്കിൽ 180-നെ പിടിച്ച് ഇൻറ്റു 2 ചെയ്യണ്ടേ? എന്നാലല്ലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്താ 180 ഇൻറ്റു 2 ചെയ്യണം. 180 ഇൻറ്റു 2 ചെയ്യാന്ന് പറയുമ്പോൾ 180 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 360 ഡിഗ്രിയാണ് കിട്ടുക.
360. ഇവിടെ നമുക്ക് 360 ആണല്ലോ കിട്ടിയത്, അല്ല ഇവിടെ 720 കിട്ടിയത്. അപ്പൊ എന്താണ്, ഇവർ ഈ റൂള് പാലിച്ചോ? ഇവർ ഇത് ഫോളോ ചെയ്തിട്ടില്ല അല്ലേ? നോക്ക്, ഒരാൾ ഡബിൾ ആക്കി, ഒരാൾ ഡബിൾ അല്ല ആയത് ആണല്ലോ. അല്ല ഇവിടെ 360 ആണ് എന്ന് വിചാരിച്ചോ? അങ്ങനെയാണ് നമുക്ക് പറയാം, യെസ് ഇവരെ പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താണ്, ഒരാൾ ഡബിൾ ആയെങ്കിൽ ഇയാൾ ഡബിൾ അല്ല ആക്കിയത്. അപ്പൊ നമുക്ക് പറയാം ഇവര് എന്തല്ല, പ്രപ്പോർഷണൽ അല്ല എന്ന് പറയാം. അപ്പൊ നമുക്കത് എഴുതാം. അപ്പോൾ നമുക്ക് പറയാം സം ഓഫ് ആംഗിൾസ് ഓഫ് പോളിഗൺ ഡു നോട്ട് ചേഞ്ച് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് സൈഡ്സ്. അവിടെ ഈ ഡു നോട്ട് ചേഞ്ച് എന്താണ്, പ്രത്യേകം ഓർമ്മിക്കട്ടോ, എന്താണ് ഇവിടെ ചേഞ്ച് ചെയ്യണില്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്, വെൻ നമ്പർ ഓഫ് സൈഡ്സ് ഡബിൾഡ്, നമ്മുടെ നമ്പർ ഓഫ് സൈഡ്സ് ഡബിൾ ചെയ്തപ്പോൾ സം ഓഫ് ആംഗിൾസ് ആർ നോട്ട് ഡബിൾഡ്, അത് എന്തായില്ല, ഇവിടെ ഡബിൾ ആക്കിയപ്പോൾ ഇവിടെ ഡബിൾ ആയില്ല. ഇനി മലയാളത്തിൽ പറയാൻ നമുക്ക് പറയാം, ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണം മാറുന്നതിന് ആനുപാതികമായിട്ടല്ല, ഇവിടെ ശ്രദ്ധിക്കണേ, കോണുകളുടെ തുക മാറുന്നത്. കാരണം വശങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കിയപ്പോൾ കോണുകളുടെ തുക ഇരട്ടിയായില്ല. ഓക്കെ, അപ്പൊ നമുക്കത് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ 2 എന്താണ്, ഇൻസൈഡ് എ ട്രയാങ്കിൾ ഓഫ് ബേസ് 6 cm ആൻഡ് ഹൈറ്റ് 3 cm ലൈൻസ് ആർ ഡ്രോൺ പാരലൽ ടു ദ ബേസ്. പ്രൂവ് ദാറ്റ് ദ ലെങ്ത്സ് ഓഫ് ദീസ് ലൈൻസ് ചേഞ്ച് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് വേർട്ടെക്സ്. ഫൈൻഡ് ദ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇതിൻ്റെ അവിടെ ഒരു പിക്ചറും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ബേസ് 6 cm ഹൈറ്റ് 3 cm ആയിട്ട് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ അകത്ത് എന്തുണ്ട്, ഈ ട്രയാങ്കിളിന്റെ അകത്ത് ഈ ബേസിന് പാരലായിട്ട്, അതായത് പാദത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ വരകളുടെ കണ്ടോ, ഈ ലൈൻസ് കണ്ടോ, ഈ ലൈൻസിന്റെ നീളം എന്ന് പറഞ്ഞത്, എൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്, ഈ വെർട്ടെക്സിൽ നിന്നും ഇങ്ങോട്ടുള്ള ലെങ്ത്തിൽ നിന്ന് ആനുപാതികമായിട്ടാണ് എന്നാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിനോട് പ്രപ്പോർഷണൽ ആണ് എന്ന് പറയണത്. അതായത് ഈ നീളം ഈ ദൂരത്തിനോട് പ്രപ്പോർഷണൽ, ആനുപാതികമായിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് ആദ്യം മനസ്സിലായോ? അപ്പോൾ ഈ ലെങ്ത്തിന് ഞാൻ എന്തെടുത്തെന്ന് അറിയോ, ലെങ്ത്തിന് y എന്ന് എടുത്തു, ഡിസ്റ്റൻസിന് x ആണെന്ന് എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമല്ല എടുക്കുക, കാരണം y x വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ y x എടുത്താൽ. ഇനി എല്ലും ഡിയും എടുത്താൽ എങ്ങനെ വേണം എടുക്കാം, ഇനി എല്ലും ഡിന്ന് വേണമെങ്കിൽ അങ്ങനെ എടുത്തോ, ഏത് വേണം എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അത് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ ലെങ്ത്തും ഈ ഡിസ്റ്റൻസ്, ഈ അകലവും എന്താണ്, ഇവിടുത്തെ പ്രപ്പോർഷണൽ ആണ് എന്നും, അതുപോലെ ഇവിടുത്തെ എന്ത് കാണണം, നമ്മൾ ഇവിടുത്തെ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ആനുപാതിക സ്ഥിരം കാണണം. അപ്പോൾ നമുക്ക് എന്താ കണ്ടത്, നമ്മൾ y = kx എന്നുള്ള ഫോമിൽ നമുക്ക് ചെയ്യണം. ഇവിടെ ഇത് ലെങ്ത്ത്, ഇത് ഡിസ്റ്റൻസ്, അതായത് അകലം. ഒന്ന് ഇത് y എടുത്തു, ഇത് x എടുത്തു. അപ്പോൾ നമ്മളിവിടെ ലെങ്ത്ത് നമ്മൾ എന്താ എടുത്തത്, ലെങ്ത്ത് നമ്മൾ y എന്ന് എടുത്തു. അതുപോലെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അകലം നമ്മൾ x ആക്കി എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കാണണം, y = kx കാണണം. ഇനി ഞാൻ ഇങ്ങനെ ട്രയാങ്കിൾ, ഇതേ ട്രയാങ്കിൾ കേട്ടോ, ഞാൻ ഇങ്ങോട്ടൊന്നും കൂടിയാണ് മാറ്റി വരയ്ക്കുകയാണ് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കി തരാൻ. അപ്പോൾ ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചു, ഇങ്ങനെയല്ലേ നമ്മുടെ ആള്, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്ക്, 2 ട്രയാങ്കിൾ ഇല്ലേ ഇവിടെ, ഒരു വലിയ ട്രയാങ്കിളും ഒരു ചെറിയ ട്രയാങ്കിളും. വലിയ ട്രയാങ്കിൾ ഏതാ, വലിയ ട്രയാങ്കിൾ ഞാനിതാ ഗ്രീൻ കളറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് നമ്മളെ വലിയ ട്രയാങ്കിൾ. ഈ വലുത്. ഇനി ഇവിടുത്തെ ചെറിയ ട്രയാങ്കിൾ ഏതാ, ഇത് ചെറിയ ട്രയാങ്കിൾ നമുക്ക് ഏത് കളർ കൊണ്ട് കാണിക്കാം, നമുക്കൊരു ഓറഞ്ച് കളറും കൊണ്ട് കാണിക്കാം. ഇതാണ് ചെറിയ ട്രയാങ്കിൾ, ഈ ഷെയ്ഡ് ചെയ്തത് ഇത് ചെറിയ ട്രയാങ്കിൾ. അപ്പോൾ ഞാനിത് ചെറിയ ട്രയാങ്കിൾ അവിടെ കുഞ്ഞിതാക്കിന് വരയ്ക്കാം. ഇത് ചെറിയ ട്രയാങ്കിൾ, അതിൻ്റെ മുകളിൽ കൂടി നമുക്ക് എന്തുണ്ട്, ചെറിയ ട്രയാങ്കിൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ഈ ട്രയാങ്കിൾ രണ്ടിനെ ഞാൻ മാറ്റി വരച്ച കേട്ടോ. ഇതിൻ്റെ അകത്താണ് ശരിക്കും. ഇതിനെ കുറിച്ചിട്ട് ഈ ട്രയാങ്കിളിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വെച്ചു. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇതിൻ്റെ അകത്ത്, ഇതൊന്നും പോയാൽ ബാക്കി ഇതല്ലേ ഉണ്ടാവുക, ശരിക്കും ഇത് അകത്താണ്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിനെ നമുക്ക് നോക്കാം. നേരെ നോക്കുക, എന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ഇവർക്ക് ഒരു പേരും കൊടുക്കാം. ഇനി പേര് കൊടുക്കാതിരിക്കേണ്ട. അപ്പോൾ നമുക്ക് പേര് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ നമുക്ക് A കൊടുത്തു, ഇവിടെ B കൊടുത്തു, ഇവിടെ C കൊടുത്തു, ഈ ഒരു പോയിന്റ് ഉണ്ട് ABC, D കൊടുത്തു, ഇവിടെ നമുക്ക് E കൊടുത്തു. അപ്പോൾ ABCD. അപ്പോൾ ഈ കുഞ്ഞു ട്രയാങ്കിൾ ഏതാണ്, ADE അല്ലേ. അപ്പോൾ ADE, അതായത് ADE. ഇനി വലിയ ട്രയാങ്കിൾ ABC, അപ്പോൾ ABC. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിനും നമ്മൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കാം. നോക്ക്, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾസ് ഈ ട്രയാങ്കിളിൻ്റെ ഉണ്ട്, ഈ കുഞ്ഞു ട്രയാങ്കിളിനും ഉണ്ട് അല്ലേ. 2 ട്രയാങ്കിളിന് കോമൺ അല്ലേ ആംഗിൾ A എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ A = ആംഗിൾ A. കാരണം അത് എന്താണ്, അത് വളരെ കോമൺ ആണ് അല്ലേ. കോമൺ, അതായത് പൊതുവായി 2നും കോമൺ ആയിട്ടുള്ള ഒരു ആംഗിളാണ് ആംഗിൾ A. ഇനി
ഈ ആംഗിളും നോക്കാം. ഇവർ ഈക്വൽ ആവാൻ വല്ല ഇതുണ്ടോ? നമുക്ക് എന്ത് ചെയ്യണം? ഇവർ ഈക്വൽ ആക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, ഇങ്ങനെ. അപ്പോൾ ഈ ലൈൻസ് എന്താ? ഇതൊക്കെ പാരലൽ ലൈൻസ് ആണല്ലേ. ഈ ലൈൻസ് ഒക്കെ പാരലൽ അല്ലെങ്കിൽ സമാന്തര രേഖകളാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ 7th പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിരിക്കുന്നത് അറിയോ? ഇങ്ങനെ പാരലൈൻസ് വരയ്ക്കാന്ന് വിചാരിച്ചോ. അത് നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇതിനകത്തുള്ള ഈ ആംഗിൾസ് കണ്ടോ? ഈ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആവും. എന്താണ്? അപ്പൊ നോക്കുക, അതേപോലത്തെ ആംഗിൾ അല്ലേ ഈ ആംഗിളും ഇത് ഇതിൻ്റെ അകത്താകുമ്പോൾ ഈ ആംഗിളും, അതായത് ADEയും ABCയും ഈക്വൽ ആവും. കാരണം എന്താണ്? അത് നമ്മൾ എന്താ പറയാ? അതിന് നമ്മൾ പറയും കറസ്പോണ്ടിങ് ആംഗിൾസ് എന്നാ പറയാ. എന്താണ് നമ്മുടെ സമാന്തര രേഖന്റെ അകത്ത് വരുന്ന ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ ഇവിടുത്തെ രണ്ട് ട്രയാംഗിൾസും കൂടി ഈക്വൽ ആയില്ലേ. അപ്പൊ നമുക്ക് ആംഗിൾ ADE എഴുതാം. ആംഗിൾ ADE ഈക്വൽ ടു ആംഗിൾ ADEയും ABCയും, ആംഗിൾ ABC. ഇനി അടുത്തത് ഇതേപോലെ നോക്ക്, ഇവിടെയും നോക്ക്, ഇതേപോലെ ഇതാ പാരലൈൻസ് ഇങ്ങനെ ഉണ്ട്. എന്നിട്ട് ഈ ലൈൻ ഇങ്ങനെ ലൈൻ. അപ്പോൾ ഇതേപോലത്തെ രണ്ട് ആംഗിൾസ് തന്നെയാണ് ഏത്? ഈ രണ്ട് ആംഗിൾസും, അതായത് ഈ ആംഗിളും ഈ ആംഗിളും, അതായത് ഈ ആംഗിളും ഈ ആംഗിളും, അവരും ഇതേപോലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ, ഈ ആംഗിൾ എങ്ങനെയൊക്കെ പറയാം? AED പറയാം അല്ലെ. AED ഈക്വൽ ടു ഇവിടെ നിന്നാണ് ACB പറയാം. ACB. ഇപ്പൊ നോക്ക്, ഈ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയി. അതായത് രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ ഈക്വൽ ആയാൽ നമുക്ക് പറയാം ഈ ട്രയാങ്കിൾ എന്ത് ആംഗിൾസ് ആണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ സമാന ത്രികോണങ്ങളാണെന്ന് പറയാം. എന്താണ് ഈ ട്രയാങ്കിൾസ്? രണ്ടുപേരും എന്ത് ട്രയാങ്കിൾ ആണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ സമാന ത്രികോണങ്ങളാണ്. അപ്പോൾ ഈ സമാന ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റേ പറഞ്ഞു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ, അതായത് നമ്മൾ ഇവിടത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ വശങ്ങൾ എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളത് ഫസ്റ്റേ നമ്മളത് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. അപ്പൊ നമ്മൾ അതേ ഇത് നമുക്ക് ഇവിടെയും കൊണ്ടുവരാം. ഇവിടെ ഈ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ഇവിടെ സിമിലർ ട്രയാംഗിൾസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇവരുടെ സൈഡ്സും എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ വലിയ ട്രയാംഗിളിന്റെ സൈഡ് നമുക്ക് അറിയാം 6 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 6 ആണ്. അതുപോലെ ഇതിന്റെ ഇത്രയും ഉള്ളത്, അതായത് ഇവിടെ നിന്ന് ഇത്രയും ഉള്ളത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് 3 ആണ് തന്നിട്ടുണ്ട്. ചെറുതിന്റെ നമുക്ക് എന്തെങ്കിലും അറിയോ? ഇല്ല, ചെറുതിൻ്റെ നമുക്ക് അറിയില്ല. പക്ഷെ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്? ഇത് നമ്മൾ ഈ കുഞ്ഞു ട്രയാങ്കിളിന്റെ ഇവിടെ Y ആണ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ടുള്ളത് X ആണ് എടുത്തിട്ടുണ്ട്. ഇത് എക്സും ഇത് Y നമ്മൾ എടുത്തിട്ടില്ലേ. അപ്പൊ നമുക്ക് നോക്ക്, ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ വശങ്ങൾ എന്തായിരിക്കും? ഈ വശവും പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ അതിന്റെ ഹൈറ്റ്സ്, ഈ അകലങ്ങളും എന്തായിരിക്കും? ഈ രണ്ട് ഹൈറ്റ്സും പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ AD. ABC ആണെങ്കിൽ അവിടുത്തെ ബേസ് 6 ആണ്. അതായത് ബേസ് 6 ആണ്. അതുപോലെ ഹൈറ്റ്, ഈ അകലം എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഈ കുഞ്ഞു ട്രയാങ്കിൾ ആണെങ്കിൽ ADയിലെ ബേസ് നമ്മൾ എന്താ എടുത്തത്? Y എടുത്തു. അതുപോലത്തെ അവിടുത്തെ ഹൈറ്റ് അല്ലെങ്കിൽ അകലം X എടുത്തു. ഇനി നമുക്ക് എന്താണ്? ഇവിടുത്തെ ബേസും പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ഇവിടുത്തെ ഹൈറ്റും പ്രപ്പോർഷണൽ ആയിരിക്കും. രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമാന ത്രികോണങ്ങൾ ആയതുകൊണ്ട്. അപ്പൊ ഇവിടുത്തെ ബേസ് നമുക്ക് 6 എടുത്തു അല്ലെ. അപ്പൊ നമ്മള് 6, ഇവിടുത്തെ ഹൈറ്റ് 3, അപ്പൊ 6/3 കിട്ടി. രണ്ട് ഈക്വൽ ആയിരിക്കും, കാരണം സിമിലർ ട്രയാങ്കിൾ ആയതുകൊണ്ട്. ഇവിടുത്തെ ബേസ് Y കിട്ടി, ഇവിടുത്തെ ഹൈറ്റ് X കിട്ടി. അപ്പൊ 6/3 ഈക്വൽ ടു Y/X നമുക്ക് കിട്ടി. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ y ഈക്വൽ ടു kx എന്നുള്ളൊരു ഫോമിൽ നമുക്ക് ഇക്വേഷൻ കിട്ടണം അല്ലേ. എന്നാലല്ലേ നമുക്ക് y ചേഞ്ചസ് പ്രപ്പോർഷൻ വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടാം? y ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഇത് നിങ്ങളുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഇയാളുടെ ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഇയാളുടെ ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. നടുക്ക് ഈക്വൽ അങ്ങോട്ട് ഈക്വൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇയാൾ ഇങ്ങോട്ടാകുമ്പോൾ 6 × x എന്തായിരിക്കും? 6x വന്നു. ഇനി ഇവിടെ ഈക്വൽ അല്ലേ, ആ ഈക്വൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇയാൾ രണ്ടിനും 3 × y എന്താണ്? 3y. അപ്പൊ എന്താണ്? 6x ഈക്വൽ ടു 3y എന്ന് കിട്ടി. ഇനി നമുക്ക് y ഈക്വൽ ടു ചെയ്യാം
6x = 3y നമുക്ക് y = ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് y = ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇക്വേഷൻ ഒന്നും കൂടി തിരിച്ചെഴുതാണേ. ഒന്നുമില്ല, 3y = 6x എന്ന് എഴുതി. ഇങ്ങനെ നമുക്ക് ഒന്നുകൂടി ചെയ്യാൻ സുഖം. ഇനി നമുക്ക് y = ഇക്വേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ഇവിടെ yനെ മാത്രം ഇവിടെ നിർത്തി yൻ്റെ കൂടെയുള്ള 3നെ അങ്ങോട്ട് തട്ടി. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ ചെയ്തിരിക്കുന്നത്? 3 × y അല്ലേ? ശരിക്കും എന്താണ്? 3 × y = 6 × x ആണ് ശരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വൈനെ എന്താ, ഈ 3ന് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഇൻറ്റു ആ ചെയ്തത്. ഇൻറ്റു അങ്ങോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും? ഡിവിഷൻ ആവും, അല്ലെങ്കിൽ ഹരണമായിട്ട് മാറും. അപ്പോൾ നമുക്ക് y ഈക്വലിൻ്റെ ഇപ്പുറം ഓൾറെഡി എന്തുണ്ട്? 6x ഉണ്ട്. ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? /3 ആവും. കാരണം ഇവിടെ ഇൻറ്റു അല്ലേ ചെയ്തത്. ഈ 6/3 എന്ന് പറഞ്ഞാൽ 3 × 2 ആണ് അല്ലേ? അപ്പോൾ ഈ 3നെ കട്ട് ചെയ്തു, ഈ 6നെ കട്ട് ചെയ്തു, ഇവിടെ 2 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y = 2x. നമ്മളെ ഇക്വേഷൻ കിട്ടിയില്ലേ? എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? y = kx. കാണുമ്പോഴേ അറിയാം k ആരാണ്? k2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി എന്താണ്? y ചേഞ്ചസ് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു x ആണ്. അതായത് y മാറുന്നത് x-ന് ആനുപാതികമായിട്ടാണ്. അപ്പോൾ നമുക്ക് എഴുതാം, സോ ലെങ്ത് ചേഞ്ച് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ് വേർട്ടെക്സ്. മലയാളത്തിലാണെങ്കിൽ പറയാം, വരകളുടെ നീളം മുകളിലെ മൂലയിൽ നിന്നുള്ള അകലങ്ങൾക്ക് ആനുപാതികമായിട്ടാണ് മാറുന്നത്. ക്വസ്റ്റ്യനിൽ ഉണ്ട് ആ സെന്റൻസ്. അതുപോലെ തന്നെ നമുക്ക് എഴുതാം. ഇനി നമുക്ക് എന്ത് വേണം? ആനുപാതിക സ്ഥിരം അല്ലെങ്കിൽ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൂടി കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അറിയാം, ഇവിടെ വൈക്ക് പകരം y ഉണ്ട്, എക്സിന് പകരം x ഉണ്ട്, കേക്ക് പകരം എന്താണ്? 2 ആണ്. അപ്പോൾ ഇവിടുത്തെ ആനുപാതിക സ്ഥിരം എന്താണ്? 2 ആണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇതിൽ ആ ഒരു തേർഡ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ ഇവിടെ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വിത്തിൻ എ സെമി സർക്കിൾ ഓഫ് ഡയമീറ്റർ 10 cm, ലൈൻസ് ആർ ഡ്രോൺ പാരലൽ ടു ദ ഡയമീറ്റർ. ഇൻ ഈച്ച് ഓഫ് ദ പിക്ചർ ബിലോ കാൽക്കുലേറ്റ് ദ ലെങ്ത്സ് ഓഫ് ദ ലൈൻ പാരലൽ ടു ദ ഡയമീറ്റർ. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ ഒരു സെമി സർക്കിൾ എന്ന് പറഞ്ഞിട്ട് അർദ്ധവൃത്തം തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഡയമീറ്റർ എത്രയാണ്? 10 cm തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ഈ ഡയമീറ്ററിനോട് പാരലായിട്ട് എന്തുണ്ട്? കുറേ ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി അവിടെ വേറെ 2 പിക്ചർ കൂടി തന്നിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് പിക്ചർ എന്താണ്? ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ഇവിടെ ബേസ് ഡയമീറ്റർ അതായത് വ്യാസം 10 cm തന്നിട്ടുണ്ട്. അതിന് പാരലായിട്ട് ഇവിടെ ലൈൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇത്രയുള്ള അകലം 1 cm 1 cm നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പിക്ചറിലൊക്കെ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പാരലൽ ടു ദ ഡയമീറ്റർ. അതായത് ഇതിൻ്റെ ലെങ്ത് കാണണം. ഈ ഗ്രീൻ കളറിൽ കണ്ടോ? ആ ലൈനിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. യെസ്, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഗ്രീൻ കളർ ലൈനിൻ്റെ നീളം കാണാൻ ഒരു വഴി ഇവിടെ കാണില്ല. നമ്മൾ എന്ത് ചെയ്യാം? ഇതായിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ. ശരിക്കും ഈ സർക്കിൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. അതിൻ്റെ സെൻറ്റർ ഇതായിരിക്കും. സെൻറ്റർ ഇതാണെങ്കിൽ ഇത്രയും ഇത് എന്തായിരിക്കും? ഇതിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ആരം എത്ര കിട്ടി? വ്യാസം 10 ആണ്. ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പോൾ ഇവിടെയും 5 കിട്ടി, ഇവിടെയും 5 കിട്ടി. 5 കൂടി അടിച്ച് നമുക്ക് 10 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഈ പോയിന്റ് ഉണ്ടോ? ഈ പോയിന്റിലേക്ക് നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചു. ഇതെന്താണ്? ഇതിൻ്റെ റേഡിയസ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും സർക്കിളിലോട്ടുള്ള എവിടേക്ക് വരച്ചാൽ അതൊക്കെ റേഡിയസ് ആണ്. അപ്പോൾ ഇത് എന്തായിരിക്കും? ഇതും 5 ആയിരിക്കും ആണല്ലോ. ഈ എല്ലാ റേഡിയസും സെയിം. ഒരു സർക്കിളിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ റേഡിയസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുക അറിയോ? ഇവിടെ നമ്മൾ ഇത് കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ നേരെ ഇങ്ങനെ അങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇത്രയും ഉള്ളത് 5 ആയിരിക്കും. അതായത് ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ 5 cm, കാരണം നമ്മളെ റേഡിയസ് തന്നെയാണ്. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 1 തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെ എന്തായിരിക്കും? നമുക്ക് ഒരു ലൈന് ഇതിൻ്റെ ഇത്രയും ഉള്ളത് 5 ആണെന്ന് വിചാരിച്ചോ. അതിൻ്റെ ഇവിടെ 1 തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇത്രയായിരിക്കും. ഇത്രയും ഭാഗം എന്തായിരിക്കും? ടോട്ടൽ 5 ആണ്. ഇത്രയും ഭാഗം 1 ആണെങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും? 5 - 1 ആയിരിക്കും അല്ലേ? 4 ആയിരിക്കും. കാരണം ഈ 4ഉം 1ഉം കൂടി ആയിരിക്കും ടോട്ടൽ 5 കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായിരിക്കും? ഇവിടെ 4 എഴുതാണ്. അതായത് ഇത് തന്നെ കേട്ടോ. ഇനി ടോട്ടൽ എന്താണ്? ഇവിടെ 5 ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് ഇതുവരെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു നെയിംസ് കൊടുക്കാം. നെയിം ഇല്ലാതെ നമുക്ക് ഇതില്ല അല്ലേ? ഇവിടെ എന്തായാലും സെൻറ്റർ എപ്പോഴും നമ്മൾ O ആണ് കൊടുക്കുക. അപ്പോൾ ഈ പോയിന്റ് O ആണ്, അതായത് ഈ പോയിന്റ് കേട്ടോ. ഇനി നമ്മൾ ഈ പോയിന്റ് നമുക്ക് എന്ത് കൊടുക്കാം? A കൊടുക്കാം. OA ഒരു റേഡിയസ് ആണ്. അതുപോലെ ഈ പോയിന്റ് ആണോ? ഈ പോയിന്റ് നമുക്ക് B കൊടുക്കാം. അപ്പോൾ B ആയി. ഇനി നമുക്ക് എന്തിൻ്റെ ലെങ്ത്? A ഉണ്ട്, B ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു C കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ശരിക്കും എന്താണ് കണ്ടത്? CA അല്ലെങ്കിൽ AC
ഈ സി എൻ്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ബേസിനോട് പാരലായിട്ടുള്ള ഈ ലൈനിൻ്റെ ഈ സി എൻ്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. സി എൻ്റെ ലെങ്ത് കാണാൻ വല്ല വഴിയുണ്ടോ നോക്കാം. ഇവിടെ നോക്ക്, ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ ട്രയാങ്കിളിനെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണേ. ഇതാ ഇങ്ങനെ 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 ട്രയാങ്കിളുടെ പേരെന്താണ്? ABO. ഇങ്ങനെ നോക്കുമ്പോൾ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? ഇതൊരു മട്ട ത്രികോണമാണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ട ത്രികോണം ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു തിയറം നമ്മളോട് കൊടുക്കും. എന്താണ്? പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറത്തിൽ പറയണത്? പൈതഗോറസ് തിയറത്തിൽ പറയണത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ അവിടുത്തെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. ഹൈപ്പോട്ടനസ് പറഞ്ഞ കാരണം, ബേസ് പറഞ്ഞ പാദം, ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞാൽ ലംബം. ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞാൽ ഹൈറ്റ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഏതാണ് ഹൈപ്പോട്ടനീസ് എന്നറിയോ? എപ്പോഴും ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡായിരിക്കും, അത് വലിയ സൈഡായിരിക്കും ഹൈപ്പോട്ടനീസ് അല്ലെങ്കിൽ കരണം. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടനീസ് ഏതാണ്? ഇതാണ് ഇവിടുത്തെ ഹൈപ്പോട്ടനീസ് അല്ലേ? OA അല്ലേ? കാരണം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം OA ഈക്വൽ ടു, അതായത് OA സ്ക്വയർ ആണ്. ഇവിടെ ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ആണ്, കാരണത്തിന്റെ സ്ക്വയർ ആണ്. ഈക്വൽ ടു, ഇനി ബേസ് പറഞ്ഞാൽ ഏതാണ്? ഇയാളാണ് ബേസ്, BA. അപ്പോൾ BA സ്ക്വയർ പ്ലസ്, ഇനി ആൾട്ടിറ്റ്യൂഡ് പറയുന്നതാണ് OB സ്ക്വയർ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആറിനൊക്കെ നമുക്ക് അറിയാം. നമുക്ക് ആരെ കണ്ടുപിടിക്കണമെന്ന് അറിയാം. നമ്മുടെ മെയിം എന്താണ്? BA കണ്ടുപിടിക്കണം. BA കണ്ടുപിടിച്ചാൽ ആ BAന്റെ അതേപോലെ ആയിരിക്കും BCയും. അപ്പോൾ BCയും BAയും കൂടി ഈ BA കണ്ടുപിടിച്ചാൽ ആ BA × 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇത് കിട്ടും. അപ്പോൾ ടോട്ടൽ AC ആണ് നമുക്ക് കാണേണ്ടത്. അതിന്റെ പകുതി ഇവിടെ C, ഇവിടെ A. ടോട്ടൽ നമുക്ക് AC കാണണം. ഇവിടെ B ഉണ്ട്. ഈ BA കണ്ടുപിടിച്ചാൽ അതേ ഇവിടെ BA എത്രയാണോ അതായിരിക്കും ഇതും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. അതാണ് നമ്മളെ എയിം. അപ്പോൾ നമ്മളിവിടെ നമുക്ക് OA നമുക്കറിയോ? യെസ്, നമുക്കറിയാം 5 ആണെന്ന്. 5 സ്ക്വയർ പ്ലസ് BA നമുക്കറിയോ? BA ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ BA അതേപോലെ BA സ്ക്വയർ നമ്മൾ എഴുതി പ്ലസ് OB നമുക്കറിയാം 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ നമ്മൾ എഴുതി. ഇവിടെ ഈക്വൽ ടു ആണ്. 5 സ്ക്വയർ ഈക്വൽ ടു, അപ്പോൾ 5 സ്ക്വയർ എന്താണ്? 25 ഈക്വൽ ടു BA സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പറയാനാണ്. 4 സ്ക്വയർ 4 × 4 16 കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് BA സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ BA സ്ക്വയറിനെ ഇവിടെ നിർത്തിയേ, അത് BA സ്ക്വയറിനെ അതേപോലെ എഴുതി. എന്നിട്ട് ഈ 16 അല്ലേ കൂടെ, ഈ 16 എന്ത് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 25 ഉണ്ട്. ആ 25 ഇവിടെ എഴുതി. ഇനി പ്ലസ് 16 ഇവിടെ ഒക്കെ പ്ലസ് 16 ഇങ്ങനെ വന്ന് ഈക്വലിന്റെ ഇപ്പുറം ചാടുമ്പോൾ എന്താവും? പ്ലസ് ആണെങ്കിൽ അത് മൈനസ് ആവും. അപ്പോൾ എന്തായി? -16 ഈക്വൽ ടു, അപ്പോൾ 25 16 മൈനസ് ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 നിന്നും 16 പോകുമ്പോൾ 9 കിട്ടും അല്ലേ? അപ്പോൾ 9 ഈക്വൽ ടു BA സ്ക്വയറിന് കിട്ടി. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ ഇങ്ങനെ എഴുതാണ് BA സ്ക്വയർ ഈക്വൽ ടു 9. അപ്പോൾ BA ഈക്വൽ ടു, ഈ സ്ക്വയർ കളയണം അല്ലേ? സ്ക്വയർ കളയാൻ എന്താ ചെയ്യുക? സ്ക്വയർ കളയണമെങ്കിൽ ഈ 9 എഴുതിയിട്ട് അതിന് ഇങ്ങനെ ഒരു തൊപ്പി വരച്ചെടുക്കുക. അതായത് സ്ക്വയർ റൂട്ട് വരച്ചു കൊടുക്കണം. തൊപ്പി അല്ല കേട്ടോ, സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ റൂട്ട് 9ന്റെ സ്ക്വയർ റൂട്ട് എത്ര ഇങ്ങനെ നമ്മൾ കാണാം? ഏത് നമ്പറിനെയാണ്? പെർഫെക്റ്റ് സ്ക്വയർ പറയാം. അതായത് 3 × 3 ആണ് 9 അല്ലേ? അപ്പോൾ 9ന്റെ ഇങ്ങനെ കിട്ടുമ്പോൾ അതിന്റെ പുറത്തേക്ക് നമ്മൾ എന്ത് എഴുതാൻ അറിയോ? 3 എഴുതാം. കാരണം 3 × 3 ആണ് 9. അപ്പോൾ BA ഈക്വൽ ടു 3 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. BA ഈക്വൽ ടു 3 സെന്റിമീറ്റർ. നമുക്ക് BA ആണോ കാണേണ്ടത്? അല്ല, നമുക്ക് എന്താണ്? CA ആണ് കാണേണ്ടത് അല്ലേ? CA അല്ലേ ഇവിടുത്തെ ആ ലെങ്ത്, അതായത് ഈ ബേസിനോട് പാരലൽ ലൈൻ. അപ്പോൾ നമുക്ക് കാണേണ്ടത് CA ആണ്. അപ്പോൾ നമുക്ക് CA ഈക്വൽ ടു കാണും. ഇവിടെ നോക്ക് BA ഇവിടെ നമുക്ക് എത്ര കിട്ടി? 3 ആണ് കിട്ടി. ഇവിടെ 3 ആണെങ്കിൽ ഇതും ഇതിന്റെ പകുതിക്കാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും 3 ആയിരിക്കും. അപ്പോൾ 3 + 3 എത്രയായിരിക്കും? CA എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അപ്പോൾ 2 × 3 ഈക്വൽ ടു 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടി. അതുപോലെ ഇനി അതിലൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. നമ്മൾ അവിടുത്തെ സെക്കൻഡ് കേസിൽ നോക്ക്. നേരത്തെ ഇവിടെ 1 സെന്റിമീറ്റർ തന്നിരുന്നത്, പക്ഷെ ഇവിടെ ഇത് 2 സെന്റിമീറ്റർ തന്നു. വേറൊരു ഡിഫറൻസ് ഉള്ള സെയിം പോലെയാണ്. ആ നേരത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ശരിക്കും ഇതും പെട്ടെന്ന് മനസ്സിലാവും. ഇനി എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ ഇതിന്റെ സെന്റർ എടുത്തു, സെന്റർ O എടുത്തു. എന്നിട്ട് അപ്പോൾ സെന്റർ ആകുമ്പോൾ ഇതിന്റെ റേഡിയസ് ഇവിടെ 10 ടോട്ടൽ ആകുമ്പോൾ ഇവിടെ 5 ആവും, ഇവിടെയും 5 ആവും. നമ്മൾ ഇങ്ങോട്ടൊരു റേഡിയസ് വരച്ചു. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് 5 ആണ്. നമ്മൾ ഇവിടെ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്തു.
അപ്പോൾ ടോട്ടൽ നോക്കുക, ഈ റേഡിയസ് 5 ആണെങ്കിൽ ഇവിടെ ഇത്രയും 5 ആണെന്ന് വിചാരിച്ചോ. അതിൻ്റെ ഇത്ര 2 ആണ്. അപ്പോൾ ബാക്കി ഇത്ര ആയിരിക്കും, ഇവിടെ 3 + 2 അല്ലേ 5 ആവുക. അപ്പോൾ ഇതിവിടെ എത്ര ആയിരിക്കും, ഇവിടെ 3 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിനി നേരത്തെ പേരൊന്ന് മാറ്റി കൊടുക്കാം. അതായത് ഇവിടെ P കൊടുത്തു, ഇവിടെ Q കൊടുത്തു, ഇവിടെ O ഉണ്ട്, ഇവിടെ ഈ ഒരു പോയിന്റിന് നമ്മൾ R എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ എന്താണ്, PQ = എത്രയെന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അകത്തുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പിടിച്ചിട്ട് പുറത്തേക്കിട്ടാണേ. ഈ ട്രയാങ്കിളിനെ ഞാനിത് അതുപോലെ വരയ്ക്കുന്നു. ട്രയാങ്കിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നെയിമൊക്കെ കൊടുത്തു. ഇവിടെ Q ഉണ്ട്, ഇവിടെ R ഉണ്ട്, ഇവിടെ O ഉണ്ട്. ORQ എന്നുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നേരത്തെ പോലെ തന്നെ പൈതഗോറസ് തിയറം. ഇതാ ഞാൻ പൈതഗോറസ് ഇവിടെ എഴുതുന്നുണ്ട്. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മലയാളം എഴുതുന്നില്ല, മലയാളം അപ്പുറത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്, OQ. അപ്പോൾ OQ സ്ക്വയർ ഈക്വൽ ടു ബേസ് പറഞ്ഞാൽ എന്താണ്, RQ. അപ്പോൾ RQ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് പറഞ്ഞാൽ OR സ്ക്വയർ. നമുക്ക് എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇവിടെ 5 ആണെന്ന് അറിയാം, ഇവിടെ 3 ആണെന്ന് അറിയാം. നമ്മുടെ എന്താണ്, RQ കണ്ടുപിടിക്കലാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. OQക്ക് നമുക്കറിയാം 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ ഈക്വൽ ടു RQ നമുക്ക് അറിയില്ല. RQ നമുക്ക് അറിയാത്ത നമ്മൾ അതുപോലെ എഴുതി പ്ലസ് OR എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25. RQ സ്ക്വയർ അറിയില്ല, അത് അതുപോലെ എഴുതി പ്ലസ് 3 സ്ക്വയർ പറഞ്ഞാൽ എന്താണ്, 9 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ RQ സ്ക്വയർക്ക് ഒന്ന് കാണണം. RQ സ്ക്വയറിനെ മാത്രം നമ്മൾ ഇതാ ഇവിടെ നിർത്തി. എന്നിട്ട് ഈക്വൽ ഉണ്ട് ഇവിടെ. ഈ +9 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ ഇവിടെ ആരുണ്ട്, 25 ഉണ്ട്. 25 ഇവിടെ എഴുതി. ഇവിടുത്തെ പ്ലസ് ഒക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി, -9 ആയി. 25 - 9 എന്ന് പറഞ്ഞാൽ 25 നിന്ന് 9 പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയോ, 16 കിട്ടും. അപ്പോൾ 16 = RQ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഞാനിതാ തിരിച്ചെഴുതണു. RQ സ്ക്വയർ = 16. അപ്പോൾ നമുക്ക് സ്ക്വയർ വേണ്ട, RQ ആണ് വേണ്ടത്. ഈക്വൽ ടു എന്ത് വന്നു, സ്ക്വയർ ഓഫ് 16 വന്നു. ഇങ്ങനെ വരുമ്പോൾ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ എന്ത് വരും, ഇവിടെ 16 ആകുമ്പോൾ 4 × 4 ആണ് 16. അപ്പോൾ RQ = 4 cm. കുറച്ച് സ്പീഡിൽ പറഞ്ഞു, കാരണം നമ്മൾ നേരെ പറഞ്ഞത് കൊണ്ട് കേട്ടോ. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും 2 വാക്ക് കമൻറ്റും ചെയ്യണേ. അപ്പോൾ അത് എനിക്ക് നല്ല സന്തോഷം നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് RQ ഇവിടെ നമ്മൾ കിട്ടി. നമുക്ക് എത്രയാണ്, 4 ആണ്. ഇത് ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ നമുക്ക് എന്ത് കിട്ടുക, PQ = നമ്മൾ PQ അല്ലേ കണ്ടത്. PQ ഒന്ന് 4 ആണെങ്കിൽ അടുത്ത 4 ആകുമ്പോൾ 2 × 4 = 8 സെൻറ്റിമീറ്റർ. നമുക്ക് എന്ത് കിട്ടി, PQ = 8 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി അതിൻ്റെ അകത്ത് അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ, ഡസ് ദ ലെങ്ത് ഓഫ് ദ പാരലൽ ലൈൻ ചേഞ്ച് പ്രൊപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെമി സർക്കിൾ, എക്സ്പ്ലെയിൻ വിത്ത് റീസൺ. അതായത് നമുക്ക് നേരത്തെ കേസിൽ ഇവിടെ 1 ആവുമ്പോൾ ഈ ലൈൻ്റെ നീളം കിട്ടി അല്ലേ. അതുപോലെ ഇവിടെ 2 ആവുമ്പോൾ ഈ ലൈൻ്റെ നീളം കിട്ടി. അതായത് പറയുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇവിടുത്തെ ഇത് 1 ആയിരുന്നു ഇവിടുന്ന് ലൈനിൽ. അപ്പോൾ ഈ ലൈനിൻ്റെ നീളം നമുക്ക് എത്ര കിട്ടിയിരുന്നു, 6 കിട്ടിയിരുന്നു. അതുപോലെ അടുത്ത കേസിൽ നമുക്ക് ഇവിടെ 2 ആണ്, അപ്പോൾ നമുക്ക് 8 കിട്ടി ആണല്ലോ. അപ്പോൾ ഇവിടെ വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് കിട്ടിയ കാര്യങ്ങളൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ 2 കോളാക്കാണ്. ഒന്ന് ഡിസ്റ്റൻസ് ഫ്രം ടോപ്പ്, അതായത് മുകളിൽ നിന്നുള്ള അകലം. അതായത് നമ്മൾ ഫസ്റ്റത്തെ കേസിൽ 1 സെൻറ്റിമീറ്റർ ആയിരുന്നു, അടുത്ത കേസിൽ 2 സെൻറ്റിമീറ്റർ ആയിരുന്നു. അതായത് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇവിടുത്തെ നോക്ക് ഇവിടെ വരുമ്പോൾ ഇത് 2 അല്ലേ. അതുപോലെ ഫസ്റ്റ് കേസിൽ നമ്മൾ ഇവിടെ എത്ര എടുത്ത്, ഇവിടെ 1 എടുത്തു. അപ്പോൾ ഫസ്റ്റ് കേസിൽ 1 പിന്നെ 2, അപ്പോൾ നമ്മൾ അതെടുത്തു. ഇനി 1 ആവുമ്പോൾ ആ പാരലൽ ലൈനിൻ്റെ ലെങ്ത് നമുക്ക് എത്ര കിട്ടിയതാ, ഇവിടെ 1 ആകുമ്പോൾ പാരലൽ ലൈനിൻ്റെ ലെങ്ത് നമുക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ ഇവിടെ 1 ആകുമ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ കിട്ടി. ഇവിടെ 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെ ഈ ലെങ്ത് 2 ആകുമ്പോൾ നമുക്ക് കിട്ടിയത് 8 സെൻറ്റിമീറ്റർ ആണ് ലൈനിന് കിട്ടിയത്. അപ്പോൾ 8 സെൻറ്റിമീറ്റർ. ഇനി ഇവർ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല ബന്ധമാണോ നോക്കാം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു y = kx ആണെങ്കിൽ വൈന് എന്താ ചെയ്യണത്, അതിന് എക്സിന് ചെയ്താലേ നമുക്ക് അത് പ്രപ്പോർഷനാന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു 1 2 ആയിട്ട് മാറി അല്ലേ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ 1നെ 1 × 2, ഈ 1നെ പിടിച്ചിട്ട് × 2 ചെയ്തപ്പോൾ 1 × 2 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും എന്താ ചെയ്യേണ്ടത്, ഈ 6നെ × 2 ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ എത്ര കിട്ടണം. 6 × 2 എത്രയാണ്, 12 ആണ്. നമുക്കിവിടെ 12 ആണോ, അല്ല, ഇത് നോട്ട് ഈക്വൽ ആണ്. 12 അല്ല, നമുക്ക് 8 ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് പറയാം ഇത് എന്തല്ല, ഇത് പ്രപ്പോർഷണൽ അല്ല. അപ്പോൾ നമുക്ക് അതും കൂടി എഴുതാം.
അപ്പോൾ നമുക്ക് പറയാം ലെങ്ത് ഓഫ് പാരലൽ ലൈൻസ് ഡസ് നോട്ട് ചേഞ്ച് പ്രപ്പോർഷണലി വിത്ത് റെസ്പെക്ട് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ സെമി സർക്കിൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡസ് നോട്ട് ചേഞ്ച് ആണ് കേട്ടോ. അതുപോലെ വരകളുടെ നീളം അർദ്ധവൃത്തത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള അകലങ്ങൾക്ക് ആനുപാതികമല്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ 3 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യണം? പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് കൊടുക്കുകയും വേണം. അതുപോലെ ലൈക്ക് ചെയ്യുവാണ്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.